അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടെ ഇന്ന് ഈ ഞായറാഴ്ച ലാറ്ററൻ മഹാദേവാലയ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. രണ്ടാമത്തെ വായനയിലാണ് കർത്താവ് നമ്മളോട് ആ ഒരു ചലഞ്ച് വെക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഇത്ര മഹത്തായ ഒരു തിരുനാൾ ആഘോഷിക്കുന്ന ദിവസത്തിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, സഭ ആഗ്രഹിക്കുന്നത് നമ്മളാകുന്ന ആലയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളായി ജീവിക്കേണ്ടിയിരുന്ന മനുഷ്യര് എത്രമാത്രം ഇങ്ങനെ കല്ലറകളെ പോലുള്ള ജീവിതങ്ങളായി മാറിയെന്ന് കർത്താവ് സങ്കടപ്പെടുന്നുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കേണ്ടിയിരുന്ന മനുഷ്യര് മാമോദീസായിലൂടെ കിട്ടിയതാണ് പരിശുദ്ധാത്മാവിനെ. എന്നിട്ട് ആ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അശുദ്ധതകളാണ് നമ്മൾ കയറ്റിക്കൂട്ടിയത്, എന്തൊക്കെ ദുർമോഹങ്ങളാണ് കയറ്റിക്കൂട്ടിയത്. ആത്മാവിന് വസിക്കാൻ സാധിക്കാത്ത വിധത്തിൽ, ആത്മാവിനിങ്ങനെ പുറത്തു ചാടിക്കുന്ന വിധത്തിൽ എൻ്റെ ഉള്ള് എന്തൊക്കെ കൊണ്ടാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഈ ഒരു വചനത്തിൻ്റെ രൂക്ഷത ഒന്ന് മനസ്സിലാക്കണത് നല്ലതാണ്. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. കർത്താവ് തൻ്റെ ശരീരമാവുന്ന ആലയത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊരു റെസ്റ്റോറേഷന് കാരണമായത് ഒരശുദ്ധിക്കും കർത്താവ് തൻ്റെ ഈ ശരീരം വിട്ടുകൊടുക്കാതിരുന്നുകൊണ്ട്. ഒരു പുനരുദ്ധാനം ഉണ്ടായത്, കർത്താവിന് ഉയർക്കാൻ പറ്റിയത്, പറഞ്ഞല്ലോ ഇതൊരു റെസ്റ്റോറേഷന് കാരണമായി തീർന്നത് തൻ്റെ ആ ശരീരമാകുന്ന ആലയം കർത്താവ് ഒരു അശുദ്ധിക്കും വിട്ടുകൊടുത്തില്ല എന്നുള്ളത്. ഒരശുദ്ധിക്കും. ആ ആലയത്തെ സ്വർഗം പൊന്നുപോലെ പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കുന്നത് കാണണം. തൻ്റെ അസ്ഥികൾ ഒടിയാൻ, തൻ്റെ അഭിഷിക്തൻ്റെ അസ്ഥികൾ ഒടിയാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്ക് പൊന്നുപോലെ നോക്കും. നമ്മൾ എത്രമാത്രം കാര്യമായിട്ട് നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നു, അത് ആത്മാവിൻ്റെ ആലയമാണെന്ന രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് കർത്താവ് നമ്മളോട് പ്രവർത്തിക്കും.